മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ മഞ്ജു ഗർഭിണിയാണെന്നുള്ള കാര്യം വിശ്വസിക്കുകയാണ്. എന്തായാലും മാർക്കോയുടെ നമ്പറാണെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മി മഞ്ജുവും സാഗറൊക്കെ തന്നെ അറിയുന്നുണ്ട്. മേഘനാണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും പിന്നീട് മഞ്ജുവിനെ തനിക്ക് സ്വന്തമാക്കണമെന്നും ഒക്കെ തന്നെ ദുർഗയോടും കരുണയോടും ഉണ്ണിയോടായിട്ട് പറയുകയാണ്. അങ്ങനെ മേഘനാഥന്റെ ചതി അറിയാതെ ദുർഗ പറയുന്നു, അവളെ ഇപ്പോഴും നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം അവളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കാം. അങ്ങനെ കരുണ പറയുകയാണ്, ഈ തറവാട്ടിൽ ആദ്യമായിട്ട് ജനിക്കേണ്ട കുഞ്ഞ് അത് ഞങ്ങളുടേതാണ്, അല്ലാതെ ഈ തറവാട്ടിൽ കയറാൻ പോലും യോഗ്യനല്ലാത്ത ആ സാഗറുടെ കുഞ്ഞല്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ കളയണം, അമ്മ അതിന് സഹായിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ഉണ്ണിയും കരുണയും ദുർഗയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്വന്തം മോളുടെ കുഞ്ഞിനെ ഒരു കരുണയും ഇല്ലാതെ കൊന്നു കളയാൻ തന്നെ ദുർഗ തീരുമാനിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ അയ്യപ്പനെ സ്വന്തം കാലിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ മഹിയോട് ആഗ്രഹം പറയുന്നുണ്ട്. അത് സാധിച്ചു കൊടുക്കാമെന്ന് മഹി പറയുന്നു. കാരണം ചുറ്റിലും ശത്രുക്കളുള്ള സമയം തന്നെ ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം പ്രതാപനും മുത്തശ്ശിയും ഏത് സമയത്ത് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരാം, മറ്റു ശത്രുക്കളും. അങ്ങനെ കണ്ണനും മഹിയും നേരെ പോകുന്നത് ആ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണൻ പറയണം, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ നിന്ന് ഭഗവാനെ കാണുക എന്നത്. ഭഗവാൻ കൂടിയും കാരണം കൊണ്ടാണല്ലോ എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത്. എനിക്കൊത്തിരി സന്തോഷമായി, തൻ്റെ കൂടെ ഇങ്ങനെ വന്ന് നിന്ന് തൊഴാനൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഒത്തിരി സന്തോഷിക്കുകയാണ്. എന്തായാലും നമുക്കിവിടെ അധിക നേരമൊന്നും നിൽക്കേണ്ട, ഒരുപക്ഷെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും വരും, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാൻ കണ്ണേട്ട എന്നൊക്കെ പറയണം മഹി. അങ്ങനെ കണ്ണനും മഹിയും കാറിനടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും അയ്യപ്പനെ തൃപ്തിപ്പെടുത്തുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്കിനി വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അയ്യപ്പനെ കൂട്ടുപിടിക്കാം. ഈ മണ്ഡലകാലം കഴിയുന്നത് വരെ നമുക്ക് അയ്യപ്പ ഭക്തിയായിട്ട് തുടരാം. എന്നിട്ട് അവനെ ഇല്ലാതാക്കാം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് അവര് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് തൊഴുകാനായിട്ട് വരികയാണ്. എന്തായാലും കണ്ണനും മഹിയും കറക്റ്റ് സമയത്ത് അവരുടെ മുന്നിൽ ചെന്ന് പെടുന്നുണ്ട്. കണ്ണനാണെങ്കിൽ വീൽ ചെയർ എടുക്കാനായിട്ട് മറക്കുകയാണ്. അങ്ങനെ കണ്ണനും മഹിയും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. പ്രതാപൻ മുത്തശ്ശിയും വരുന്നത്. മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് മാറിയേ മതിയാകൂ, അവർ വരുന്നുണ്ട്, കണ്ടാൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ കണ്ണനെയും കൊണ്ട് ക്ഷേത്രത്തിന്റെ പുറകുവശത്തേക്ക് മഹി വേഗം തന്നെ പോകുന്നുണ്ട്. ഭാഗ്യത്തിന് മുത്തശ്ശി പ്രതാപനും അത് കാണുന്നില്ല. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ വീൽ ചെയറിലെടുത്ത് കണ്ണനെ അതിൽ ഇരുത്തിയിട്ട് അവർക്ക് മുന്നിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയാണ്. ഇനി എത്രത്തോളം ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാലും ഈ വീൽ ചെയറിലുള്ള യാത്ര തുടരുക തന്നെ ചെയ്യും, അല്ലാതെ അവസാനിക്കാനൊന്നും പോകുന്നില്ല. കണ്ണൻ വെറുതെയാണ് ചികിത്സയുമായിട്ട് നടക്കുന്നത്. എപ്പോഴും കാണുമ്പോൾ പറയുന്നത് പോലെ തന്നെ ആ തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോവാതാ നല്ലത്, ഇനിയുള്ള കാലം ഇതിലങ്ങോട്ട് എന്നുള്ള കാര്യം തീരുമാനത്തിലെടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം, ഇപ്പം നിങ്ങൾ തൊഴുകാൻ വന്നല്ലേ തൊഴുതിട്ട് പോകാനായിട്ട്, നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ മഹാലക്ഷ്മിയെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താ ദുർഗയാവട്ടെ ഈ സമയത്ത് മഞ്ജുവിനെ കാണാനായിട്ട് അവളുടെ വാടക വീട്ടിലേക്ക് പോവുകയാണ്. മഞ്ജു ഇതൊന്നും തന്നെ തൻ്റെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദുർഗയെ കാണുമ്പോൾ തന്നെ മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അമ്മ ഇങ്ങോട്ട് വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും മനസ്സ് മാറിയിട്ടാണ് ദുർഗ വന്നിരിക്കുന്നതെന്ന് കരുതിയിട്ട് വേഗം തന്നെ മഞ്ജു ചെന്ന് അകത്തേക്കൊക്കെ വിളിക്കുന്നുണ്ട്. മോളിത് എങ്ങോട്ടാണ്? ഒരമ്മയാവാൻ പോകുന്ന നീ ഇനി ജോലിക്കൊന്നും പോകേണ്ട. അതെങ്ങനെയാ? അവൻ്റെ കൂടെയല്ലേ വന്നിരിക്കുന്നത്, സ്വന്തം പെണ്ണിനെ ജോലിക്ക് വിട്ട് തിന്നുന്നവൻ. ഇത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടൻ എന്നെ ജോലിക്കൊന്നും വിട്ടിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതാണ്. രണ്ടുപേരും ജോലിക്ക് പോയാൽ കുടുംബം മുന്നോട്ട് പോകാൻ ഈസി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പം നിനക്ക് റെസ്റ്റ് വേണ്ട സമയമാണ്, അതുകൊണ്ട് നീ റെസ്റ്റ് എടുത്തേ മതിയാവൂ. എൻ്റെ പേരക്കുട്ടി നിൻ്റെ വയറ്റിലുണ്ട്, ഇനി എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മകളാണ്. മേഘനാഥൻ നിന്നെ ചതിച്ചു, അവൻ മറ്റൊരുത്തിയ ഭാര്യയെ കണ്ടു, അതിലൊരു കുഞ്ഞുണ്ടായി. എൻ്റെ മോളെടുത്ത തീരുമാനം തെറ്റാണെന്നോ ശരിയാണെന്നോ അമ്മ പറയുന്നില്ല, പക്ഷെ ഇപ്പം നീ റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് ഈ ജോലിക്ക് പോക്കൊക്കെ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കും. ഞാനെന്തായാലും ഇന്ന് വരുന്നില്ല, എനിക്കിന്ന് ജോലിക്ക് പോയേ മതിയാകും. അങ്ങനെ മഞ്ജുവിലാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് മാർക്കോ പറഞ്ഞ കള്ളത്തിൻ്റെ പുറമെയാണ് ദുർഗ വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ മഞ്ജു പറയുകയാണ്, ഞാനെന്തായാലും സാഗരേട്ടൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രാവിലെ തന്നെ എത്താമെന്നും. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നീയും നിൻ്റെ സാഗറും നാളെ നീ അങ്ങോട്ടൊന്ന് വായോ, നാളെ തന്നെ നിൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കി തരാം എന്നൊക്കെ മഞ്ജുവിന് മുന്നിൽ നല്ല വേള ചമയാണ്.
എന്തായാലും മഞ്ജു ആവട്ടെ തൻ്റെ അമ്മ നേരായി എന്നും ഒരു കുഞ്ഞാവുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും മേഘനാഥിൻ്റെ ചതികളൊക്കെ തന്നെ ആ ദുർഗ മനസ്സിലാക്കി എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ ദുർഗയുടെ മനസ്സിൽ നേരെ തിരിച്ചു. അപ്പോൾ എന്തായാലും കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ.